ഗൈസ്, അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ഒരു വീറ്റ് സ്പാഗറ്റി റെസിപ്പി വിത്ത് എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾസ്. അപ്പോൾ അതിൻ്റെ അടുക്കള കുറച്ച് കോളാണ്, നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ലുക്ക്, എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ അടുക്കള? ഫണ്ടാസ്റ്റിക് ആയിട്ടില്ലേ? ലുക്ക് അറ്റ് ദിസ് ആൻഡ് ലുക്ക് അറ്റ് ദിസ്, സോ നൈസ്. ഓ, ഇനി നമ്മൾ നടക്കാൻ പോകുന്നതാണ് വീറ്റ് സ്പാഗറ്റി. അതുകൊണ്ട് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്പെഗറ്റി ട്രൈ ചെയ്യാൻ പോകണം. അതുകൊണ്ട് നമുക്കിപ്പോൾ കുക്കിങ്ങിൽ കിടക്കാം. സ്പെഗറ്റി കോയിലായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ട്രൈ ചെയ്തോളൂ. ഓക്കെ, പ്ലീസ് ടു ദ ഫാൻ. അപ്പോൾ ഗൈസ്, നമ്മളിതേ എൻ്റെ ക്യൂട്ട് ബ്രോക്കലി ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നതാണ് ബ്രോക്കലി. ക്യാമറ കുറച്ച് ഇളകണമെങ്കിൽ ക്ഷമിച്ചോളൂ, ബട്ട് ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഗൈസ്, എൻ്റെ ബ്രോക്കലി കുറച്ച് ഫേവറേറ്റ് വെജിറ്റബിൾ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യണം. കുറേ ബ്രോക്കലി ഇങ്ങനെ കണ്ടോ ഗൈസ്? ലുക്ക് അറ്റ് ദിസ് ക്യൂട്ടി. അപ്പോൾ ഇതിന് നമ്മൾ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യാൻ പോകണം, പിന്നെ ഒരു ഹാഫ് ആയിട്ട് കട്ട് ചെയ്യാൻ പോകണം, അതിൻ്റെ ഒരു ഹാഫ് ആയിട്ട് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഗൈസ്, എൻ്റെ ക്യൂട്ടി ബ്രോക്കലിൻ്റെ ഞാൻ സ്റ്റെം എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മറ്റേ സ്പെഗറ്റി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സ്റ്റെം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിതൊരു ഫാൻസി വെയിലാണ് കട്ട് ചെയ്യണേ. അപ്പോൾ ഗൈസ്, ഇത് വലിയ ഫാൻസി ഒന്നുമില്ല. ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു, ഞാൻ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. പക്ഷേ ഇത് സാധാരണ റൗണ്ട് മാതിരി തന്നെ വന്നു. എന്താ പറയാ, ഐ ഫീൽ സാഡ്. ഈ ബ്രോക്കലി എന്ത് ഇവിടെ കിടക്കണം? ഒരു പ്രശ്നമുണ്ട്, ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ഹെൽപ്പ് ചോദിക്കട്ടെ ഫോർ കട്ടിങ് ഉള്ളി, ബിക്കോസ് മൈ മാമ ഇസ് പ്രൊഫഷണൽ. അപ്പോൾ ഗൈസ്, നമ്മളുടെ ബ്രോക്കലി ആയിട്ടുണ്ട്. ഇതൊന്ന് വാങ്ങിയെടുക്കണം. ഇതെൻ്റെ മോമിൻ്റെ ഹാൻഡ്സാണ്. അത് എങ്ങനെ ചെയ്യേണ്ട മോമി പഠിപ്പിച്ചു തരും. അപ്പോൾ ഗൈസ്, എൻ്റെ അമ്മ ഹെൽപ്പ് ചെയ്യാണ് ഗൈസ് ഉള്ളി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഉള്ളി ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഹോൾ വീറ്റ് സ്പാഗറ്റി നമ്മൾ ഇടാൻ പോകുന്നുണ്ട് നമ്മൾ ചൂടുവെള്ളത്തേക്ക്. അപ്പോൾ ഇത്രയും കൂടി വേണ്ട, ഇതിൻ്റെ പകുതി എടുത്താൽ ഗൈസ് ഇത്ര മതി ഗൈസ്. താഴത്ത് വീഴാനും നോക്കണം, താഴത്ത് വീണത് പൊട്ടും. ദേ വീണു, ദേ പിന്നെയും വീണു. ആഹാ, ഇതൊരു ഭാഗത്ത് വെച്ചേക്കാം ഗൈസ്. നമ്മൾ ഇതിന് നന്നായിട്ട് ഇങ്ങനെ ആക്കണം, ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്യണം, എന്നാലേ അത് ഒട്ടിപ്പിടിക്കാണ്ടിരുള്ളൂ. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോരുത് ഗൈസ്, അത് നിങ്ങൾ ഒരു പ്രാവശ്യം ആലോചിക്കണം. ഒരുപാട് നമ്മളിത് ട്വിസ്റ്റ് ചെയ്താൽ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ മെല്ലെ ട്വിസ്റ്റ് ചെയ്യണം ഗൈസ്, കയ്യിൽ സോഫ്റ്റായിട്ട് പിടിക്കുക. അപ്പോൾ ഗൈസ്, വെള്ളത്തിൽ കുറേ നേരം ചെയ്തിരിക്കുന്നു, വെള്ളം അരമണിക്കൂറോളായിരിക്കുന്നു. അവിടെ നമുക്ക് ഒരു പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇടാം. ഇതാണ് നമുക്കിത് ഗൈസ് ഇടാം. എൻ്റെ പൊന്നോ, കൊളാവോന്ന് തന്നെ അറിയില്ല. ഗൈസ്, നല്ല സിനിമ സ്റ്റൈലാണ് വന്നിരിക്കുന്നത്, സൂപ്പറായിട്ടില്ല ഗൈസ്. ഇത് വേഗം ഗൈസ്.
ഒന്ന് വേഗം വേഗം സാറേ എത്ര വേഗം ഗൈസ് ഇത് കാണാൻ ഒരു ടോസ് മതി. ഇത് വേവനെ കാണാൻ എന്തൊരു സുഖമാണല്ലേ ഗൈസ്. ഗൈസ് നമ്മുടെ സ്പെഗറ്റി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ആയാൽ മതി. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഉള്ളി വറക്കാൻ ഇടാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഉള്ളി വറക്കാം. അപ്പോൾ ഗൈസ് നമ്മളൊരു വലിയ സ്കൂപ്പ് നമ്മളൊരു വലിയ ക്യൂബ് ഓഫ് ബട്ടർ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇടാം. പാനിലോട്ട് നന്നായിട്ട് ഇടും. ഇങ്ങനെ ഒരു ചീറ്റൊക്കെ ഇടാം. നന്നായിട്ട് സോട്ടേ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇവിടെ നമ്മൾ ഉപ്പ് ഇട്ടാണ് നമ്മൾ പെപ്പർ ഇടാൻ പോണേ. അപ്പോൾ അതേ ഗൈസ് എൻ്റെ അടുത്ത സ്റ്റൗവിൽ തന്നെ അതെ നമ്മളുടെ സ്പെഗറ്റി ആയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതായ പോലും നമുക്കറിയില്ല. ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ലേ ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തോളാം ഗൈസ്. 5 മിനിറ്റ് കൊണ്ട് എൻ്റെ അടുക്കളേൻ്റെ കുളം നോക്കൂ. ഫണ്ടാസ്റ്റിക് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇതിലോട്ട് ഉപ്പ് കുറവാണോ കൂടുതലാണോ എനിക്കറിയില്ല. പക്ഷെ ഐ ഗെസ് ഇറ്റ് ഇസ് ദ പെർഫെക്റ്റ് അമൗണ്ട് ദിസ് ഷുഡ് ഹാവ്. നമ്മളുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കാം. പെട്ടെന്ന് കരിഞ്ഞു പോയാൽ പിന്നെ പണി പാളും. വരൂ ഗൈസ് നമുക്ക് ഇതിൻ്റെ അവസ്ഥ നോക്കാം. ഓ എന്തൊരു ആവിയാണ് ഗൈസ് ഇത്. ശരിക്കും ആയിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. പക്ഷെ ഇത് എടുക്കാമായോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഇതിൻ്റെ തന്നെ ഉണ്ട്. നല്ല ചൂടുണ്ടാവും ചിലപ്പോൾ. ചൂടൊന്നുമില്ല, ചൂടൊക്കെ ആറി കഴിഞ്ഞു. നമ്മളിതിങ്ങനെ ചെയ്ത് നോക്കണം. കുറച്ചായിട്ടുണ്ട്, ഇനിയും കുറച്ചാവാണ്ട് ഗൈസ്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഗൈസ് നമ്മൾ സ്വന്തം പെപ്പർ ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ബേസിക് ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പെപ്പർ മാത്രമേ ആഡ് ചെയ്യണ്ടൂ. ഇത് ആക്ച്വലി നാച്ചുറൽ പെപ്പർ. നമ്മൾ പെപ്പറിൻ്റെ പൊടിയിലിടണേ. ഇങ്ങനത്തെ ഒരു പെപ്പർ ഇടണേ. നിങ്ങൾക്കാണെന്ന് വെച്ചാൽ പെപ്പറിൻ്റെ ഒക്കെ പൊടിയിടാം. കൂടുതൽ പെപ്പർ ഇട്ടാലേ പണി പാടും. അവിടെ ഞാൻ കൂടുതൽ പെപ്പർ ഇടാൻ പോണില്ല. ഇനി നമുക്ക് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇനി 2 മിനിറ്റ് കഴിഞ്ഞ് ഇതാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. ജസ്റ്റ് അപ്പോൾ ഗൈസ് നമ്മളിത് സ്പെഗറ്റി ആയിട്ടുണ്ട്. ഇത് വീറ്റ് സ്പെഗറ്റി ആയതുകൊണ്ട് കുറച്ച് മധുരം ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല. അത് എല്ലാം കൂടി ഇപ്പോൾ പോണു. അങ്ങോട്ട് അവിടെ പറയുന്നത് നമ്മൾ സൂക്ഷിച്ച് എല്ലാം ചെയ്യണമെന്ന് എൻ്റെ അമ്മ അതെപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ ഗൈസ് ഞാൻ വെള്ളുള്ളി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളുള്ളി നുറുക്കി വയ്ക്കാൻ പോവാണ്. വെള്ളുള്ളി നുറുക്കി സൈസായിട്ട് ഉണ്ടാക്കി വയ്ക്കാൻ. പക്ഷേ അത് തിന്നാൻ കഴിക്കുന്നത് വെള്ളുള്ളി അതിനകത്ത് ഫ്ലേവറാണ് ഗൈസ്. ഒരു പ്രത്യേക ഫ്ലേവറാണ് ഗൈസ് വെള്ളുള്ളി. ആ ഫ്ലേവർ നമുക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഗാർലിക് ഇഷ്ടമാണ്. ഗാർലിക് ഒരുപാട് ഇടണം. അവനാണ് അതിന് വന്നില്ല. നിങ്ങൾക്ക് ഗാർലിക് ഇഷ്ടം നിങ്ങൾക്ക് പറയണം. അപ്പോൾ എൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഗാർലിക് കട്ടി വന്നില്ല. നമുക്ക് കിട്ടില്ലേ എനിക്ക് ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് ഇഷ്ടം ഇതിപ്പോൾ കുനുകൂനായിട്ടൊന്നുമില്ല. കുറച്ചും കൂടി കുനുകൂനാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഗൈസ് നമ്മുടെ ഉള്ളി ഇതേ ഓൾമോസ്റ്റ് നന്നായിട്ട് സോട്ട് ആയിട്ടുണ്ട്. നല്ല ക്രീം കളറൊക്കെ ആയിട്ടുണ്ട്. ഇതേ കണ്ടോ ഗൈസ്. ഇങ്ങനെ ആവണം നമ്മളുടെ ഉള്ളി. ജസ്റ്റ് ഒന്ന് നല്ല സോഫ്റ്റ് ക്രീമായിട്ടുള്ള കളർ, ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. എന്നിട്ട് നമുക്ക് ഗാർലിക് ആഡ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഇതിലോട്ട് നമുക്ക് ഇനി ഗാർലിക് ആഡ് ചെയ്യാം. ദേ ഗൈസ് ഗാർലിക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് കണ്ടോ. പിന്നെ ഇതിനൊരു അറോമയും വരും. അടിപൊളി അറോമയാണ് ഗൈസ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം, ഈ അറോമ. അത് പൊളിയായിരിക്കും ഗൈസ്. ഇനി ഗൈസ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇത് പാസ്ത വാട്ടറാണ് ഗൈസ് ഞാൻ ഒഴിക്കണേ.
ഇത്ര മതിയായി ഗൈസ്. ഉള്ളിന് ഇത്ര മതി. ഉള്ളി കഴിക്കാൻ തന്നെ അല്ലേ ഗൈസ്, അതുകൊണ്ട് ഇത്ര മതി. സോ ഇതിടാണ്, വാട്ടർ ഇടാണ് ഗൈസ്. ഇപ്പം ഗൈസ് നമ്മളിത് ഈ മിക്സിലോട്ട് നമ്മളിത് കുറച്ച് ഉപ്പ് ഇടണു. കുറച്ച് അധികം ഇട്ടാലോ ഗൈസ്? വേണ്ടല്ലേ, അധികം ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഉപ്പിൻ്റെ ടേസ്റ്റ് എപ്പോഴും ഫ്രണ്ടിൽ നിൽക്കണം ഗൈസ്. അതാണ് ഞാൻ ഈ കുക്കിങ്ങിൽ നിന്ന് പഠിച്ചത്. ഇത് പഠിച്ചതല്ലേ, എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞതാണ്. ഇതേ മാസ്റ്റർ ചാവിൻ്റെ നമ്മൾ ചില്ലി ഓയിൽ ആഡ് ചെയ്യാൻ പോവാണ്. എൻ്റെ പൊന്നു എന്തോ ഭയങ്കര കട്ടിയാണല്ലോ ഗൈസ്. അവസാനം തുറന്നു. എൻ്റെ പൊന്നു കണ്ടാൽ തന്നെ നമ്മുടെ ഐസ് വാട്ടർ ചെയ്യാവൂ ഗൈസ്. പിന്നെ നമുക്ക് ചില്ലി ഓയിൽ ഇടാം. എനിക്ക് കുറച്ച് സ്പൈസി അധികം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഗൈസ് നമ്മളിത് ഇത്രയൊക്കെ ചില്ലി ഓയിൽ ഇടണേ. അല്ലെങ്കിൽ ഇങ്ങനെ ആരും ഇടില്ല ചില്ലി ഓയിൽ ഇങ്ങനെ. ഇനി നമുക്ക് ഒരു ചില്ലി ഓയിൽ ആയില്ലേ ഗൈസ്. ഇനി നമുക്ക് ചീസ് ഇടാം. ദേ ഗൈസ് നമ്മൾ പ്യുർ മിൽക്ക് ചീസ്, അമോൾഡ് ചീസാണ് ഗൈസ് ഇത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ടയർ ചെയ്തിട്ടിടാം. മുഴുവോട്ടായാലും പിന്നെ പണി പാളും. ഇതിങ്ങനെ ക്യൂബ്സ് ആയിട്ട് ഇട്ടാൽ മതി, എന്നാലേ അത് ശരിക്കും വേവുള്ളൂ. പിന്നെ ഇത് ഹോട്ട് വാട്ടറിലാണ് ഇടണമെങ്കിൽ പിന്നെ പേടിക്കൊന്നും വേണ്ട. ഇത് ഞാൻ ജസ്റ്റ് ഒരു സേഫ്റ്റീനെ ഇടണേ. നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചീസൊക്കെ ഇപ്പോൾ തന്നെ വേവണം കണ്ടോ ഗൈസ്? ദേ മെൽറ്റ് ആവണം കണ്ടോ? അതാണ് കുക്കിങ്ങിൻ്റെ പ്രത്യേകത. ചീസ് ഇല്ലാണ്ട് എന്ത് സ്പാഗറ്റി ഗൈസ്? ചീസ് എപ്പം നോക്കിയാലും ഇടണം. വി ഷുഡ് നോട്ട് അവോയ്ഡ് ചീസ്, ബട്ട് ഐ വിൽ ചീസ് ബിക്കോസ് എനിക്ക് ചീസ് അത്ര ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് പാസ്തയിലും അതിലൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചീസ്. നമുക്കത് ഓൺലി പാർസലി ദി യു നീഡ് അതിടാം. പാർസലി ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സപ്പ് ചെയ്ത് വിടാം. ഇതേ ഗൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം ഗൈസ്. മതി ഗൈസ്. ഇത് വെള്ളമല്ല കേട്ടോ, ഇത് വന്നിട്ട് മറ്റേ സ്പാഗറ്റി സ്റ്റീം ചെയ്ത വെള്ളമാണ് ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ അറിയാണ്ട് വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, സ്റ്റീം ചെയ്ത വെള്ളം തന്നെ ആഡ് ചെയ്യണം, എന്നാലും അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ഹിയർ കംസ് മൊമെന്റ് ഓഫ് ട്രൂത്ത്. നമ്മൾ സ്പാഗറ്റി ഇടാം ഗൈസ്. സ്പാഗറ്റി ഇനി നല്ലോണം കൂടെ മിക്സ് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് മിക്സ് ആവണേ ദൈവമേ, കൊളാവല്ലേ. ഐ നോ സ്പാഗറ്റി, പ്ലീസ് ബി നൈസ്. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് സ്പാഗറ്റി നോക്കാം. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യട്ടെ ഗൈസ്. ഇതിനെ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഗാർണിഷ് ചെയ്യട്ടെ. ഇനി ഗൈസ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മറ്റേ ബ്രോക്കലിൻ്റെ സ്റ്റെം കൊണ്ട് ഗാർണിഷ് ചെയ്യാൻ പോവാണ്. അപ്പം ഗൈസ് ഞാൻ ബ്രോക്കലി ഇടാൻ മറന്നു അറിയാണ്ട്. അപ്പം ഞാൻ ഇത്തിരി ബട്ടർ ഇട്ടിക്കാണ്, എന്നിട്ട് ആ ബ്രോക്കലി ഇടാൻ പോകണം. ബട്ടർ ഒന്ന് സോട്ടേജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മറ്റേ ബ്രോക്കലി ഇടാം. ചില്ലി ഡ്രിസിൽ ചെയ്യട്ടെ. ഗൈസ് നമുക്കൊന്ന് സോട്ടേജ് ചെയ്ത് വിടാം. കഴിക്കട്ടമ്മ, ചൂടുണ്ട് ഗൈസ്.
നന്നായിട്ട് ഗൈസ്. സ്പെഗറി ഇത്ര തിക്കാണ്, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, അടിപൊളിയാണ് ഗൈസ്.